അല്ലെങ്കിൽ ഭർത്താവിനെ കബളിപ്പിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ അവളെ കൺമുന്നിൽ കാണുന്നു, എങ്കിലും പേര് പറയുന്നില്ല. അവൾ പശ്ചാത്തപിച്ച് ദൈവത്തിങ്കലേക്ക് തിരികെ വരട്ടെ. പോരാതെ പ്രായശ്ചിത്തമായി ഒരു 100 രൂപ അടുത്ത ഞായറാഴ്ചയ്ക്കകം ഇവിടുത്തെ നേർച്ചപ്പെട്ടിയിലിടട്ടെ. അങ്ങനെ ചെയ്യാത്ത പക്ഷം ആ പാപിയുടെ പേർ ഞാൻ പള്ളിയിൽ പരസ്യമായി വിളിച്ചു പറയുന്നതായിരിക്കും. അന്നത്തെ പ്രസംഗം ഏതായാലും ഏറ്റച്ചോ. അത്രയ്ക്കും വേണ്ടായിരുന്നുവെന്നാ എനിക്കിപ്പം തോന്നുന്നത്. അതെന്നാ അച്ചോ? നേർച്ചപ്പെട്ടി തുറന്നു നോക്കിയപ്പം 100 രൂപ നോട്ടുകൾ 55 എണ്ണം കിട്ടി.